തടസ്സപ്പെടുത്താനായിട്ട് ആസൂത്രിതമായി ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡുകളും അതുപോലെ മറ്റു പ്രചരണങ്ങളും അത് നീക്കം ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷന്റെ പേരിൽ ചില ഉദ്യോഗസ്ഥന്മാർ ശ്രമം നടത്തുകയാണ്. ഞങ്ങളുടെ നിരവധി ബോർഡുകൾ ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ നിരവധി ബോർഡുകളാണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തുകൊണ്ടുപോയത്. ഏതാണ്ട് എല്ലാ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയത്. അതിൽ പറയുന്ന കാരണം NDAക്ക് അതായത് BDJSന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. BDJSന് ചിഹ്നം അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. BDJSന് ചിഹ്നം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അനുവദിച്ചതാണ്. അതിന്റെ ഉത്തരവുകൾ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, റിട്ടേണിംഗ് ഓഫീസർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഈ പ്രവർത്തനം തുടരുകയാണ്. ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുമായി ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നിയമവിരുദ്ധമായിട്ട് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത്. ഇത് നിയമവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് വളരെ ഗുരുതരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ രാഷ്ട്രീയ ചായ്വിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇടപെട്ടാൽ അത് വളരെ ഗുരുതരമായിരിക്കും എന്ന് ഞങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. NDA യൂണിയൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലും കോട്ടയത്തും നീതിപൂർവ്വം നിഷ്പക്ഷവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യം ഒരുക്കണം. അതുകൊണ്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് ദേശീയ ജനാധിപത്യ സഖ്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്.